ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കമന്റുകൾക്കുള്ള മറുപടിയാണ് പറയുന്നത്. ഒരു കമന്റ് ഉണ്ടായിരുന്നു, ജലനിർഗമന ചാലുകളുടെ അളവുകൾ പറയാമോ എന്നുള്ളത്. ജലനിർഗമന ചാലുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒന്നെങ്കിൽ അവിടെ പക്കാ കാനയാണെങ്കിൽ ജലനിർഗമന ചാലുകൾ തന്നെയാണെങ്കിൽ കാന നിർമ്മാണമാണ്. അപ്പോൾ അതല്ലെങ്കിൽ തോട് നിർമ്മാണത്തിൽ നമുക്ക് ജലനിർഗമന ചാലുകൾ എന്ന് പറയാം. അത് ഒന്നെങ്കിൽ കയർബോസ്ത്രം വിരിക്കണം, അല്ലെങ്കിൽ കരിങ്കല്ലുകൊണ്ട് കെട്ടണം, അതും അല്ലെങ്കിൽ കോൺക്രീറ്റ് കാനകൾ ഉണ്ടാക്കണം. അത് ചെയ്യുന്നതിന് പല ഡാറ്റകളാണ്. ആ ഡാറ്റകൾ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ നിന്നും കിട്ടുന്നതാണ്. പല ടൈപ്പും പല സ്ഥലങ്ങളും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പാറ ഉണ്ടെങ്കിൽ അത് ഇനി അതല്ല, കല്ല് മണ്ണുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത്, ചളിയാണെങ്കിൽ ആ രൂപത്തിലുള്ള മണ്ണുകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അതിൻ്റെ അളവുകൾ പറയാനുണ്ടാവുക. ഇത്രയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അടുത്ത കമൻ്റായി ചോദിച്ചിട്ടുണ്ടായിരുന്നത്, മസ്ട്രോളിൽ ആളുകളെ ക്രമീകരിച്ച് വന്ന മാതിരി അഥവാ തൊഴിൽ കാർഡ് നമ്പർ അനുസരിച്ചാണ് മസ്ട്രോളിൽ ആളുകളുടെ പേരുകൾ ഉണ്ടാവുക. ആ രൂപത്തിൽ തന്നെ നമുക്ക് ഗ്രൂപ്പുകളാക്കി വർക്ക് ചെയ്യിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല. ആ ക്രമത്തിലായിരിക്കില്ല കായികശേഷി, വർക്ക് ചെയ്യാനുള്ള ശേഷിയുള്ളവരും ശേഷിയില്ലാത്തവരും എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ഗ്രൂപ്പാക്കുക തന്നെ വേണം. മസ്ട്രോൾ ക്രമം ഉണ്ടാവുക ഓരോന്ന് സീരിയൽ നമ്പർ അനുസരിച്ചിട്ട് 1, 2, 3 എന്നുള്ള ആ ക്രമത്തിലുള്ള ഇതനുസരിച്ച് മാത്രമാണ് മസ്ട്രോളിൽ വരിക. പക്ഷേ അതുമാതിരി ആയിരിക്കില്ല ഗ്രൂപ്പുകൾ ഉണ്ടാക്കേണ്ടത്. പല മസ്ട്രോളുകളിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കും ഗ്രൂപ്പുകൾ തിരിക്കേണ്ടത്. ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ വർക്കുകൾ എടുക്കുന്നത്. വർക്കുകൾ എടുക്കുമ്പോൾ ഗ്രൂപ്പുകൾ ചെയ്യുന്ന വർക്കിൽ കുറവുണ്ടെങ്കിൽ ആ ഗ്രൂപ്പുകൾക്ക് ഒന്നിച്ചാണ് കൂലി കുറയുകയും ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മസ്ട്രോളിൽ വരുന്ന പേരുകൾക്കനുസരിച്ചല്ല ഗ്രൂപ്പ് തിരിക്കേണ്ടത്. ഗ്രൂപ്പ് അല്ലാതെ തന്നെ തിരിക്കണം. അതിന് ഗ്രൂപ്പ് ലീഡർമാരെ ചുമതലപ്പെടുത്തേണ്ടതുമാണ്. ഒരു പ്രവൃത്തിയുടെ മുന്നോടിയായിട്ട് കാട് വെട്ടേണ്ട സ്ഥിതി ഉണ്ടെങ്കിൽ അത് മെഷർമെന്റിൽ എഴുതുക. നീളവും വീതിയും M² കണക്കിനാണ്. വിസ്തീർണം എന്നുള്ള നിലക്കാണ്, M³ M³ എഴുതുന്നത് ഘനമീറ്റർ ആയിട്ട് വരുന്നത് മണ്ണിന്റെ ഘടന അങ്ങനെയുള്ളതാണ്. എന്നാൽ കാട് വെട്ടുന്നത് പ്രീ മെഷർമെന്റ് ആയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ട വർക്കുകളായിട്ട് കാണിക്കണം. അത് M²ലാണ്. നീളവും വീതിയും ഉണ്ടാവും. അത് ഗുണിച്ചിട്ടിരിക്കുകയാണെങ്കിൽ എത്രയാണോ അങ്ങനെയാണ് വരേണ്ടത്. അത് ഓരോന്നിനും കുറഞ്ഞ മരക്കൊമ്പുകൾ അല്ലെങ്കിൽ ചില്ലകളൊക്കെ ഉള്ള സ്ഥലങ്ങളിലുള്ള കാട് വെട്ടുന്നതിന് ഒരു റേറ്റും, അതിൽ കൂടുതൽ തിക്നെസ് ആയിട്ടുള്ള കാടുകൾ ഉണ്ടെങ്കിൽ വേറെ റേറ്റുമാണ്. ആ റേറ്റുകൾ പറഞ്ഞു തന്നാൽ അത് എത്ര M² ഓരോരുത്തർ ചെയ്യണമെന്നുള്ളത് ഞാൻ പിന്നീട് അറിയിക്കുന്നതാണ്. പുല്ല് വെട്ടുന്നതിനുള്ള അളവുകൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി ആയിട്ടാണ് M²ലാണ് പുല്ല് വെട്ടുന്നതിനുള്ള ഏരിയ കണക്കാക്കി, ഏരിയയിലാണ് അത് ഉണ്ടാവുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫോം ഫില്ല് ചെയ്യുന്ന ഒരു വീഡിയോക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ 8 പേരടങ്ങുന്ന ഒരു മസ്ട്രോളിലുള്ള വർക്കേഴ്സ് വന്നാൽ 6 ദിവസം കൊണ്ട് 6 × 48 തൊഴിൽ ദിനമല്ലേ വരിക എന്നുള്ളതാണ്. ഇനി 48 തന്നെ ആക്കേണ്ട, അത് ഒരു ഊഹത്തിന്റെ പേരിലുള്ള കണക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 8 പേരുള്ളതിൽ ചില ദിവസങ്ങളിൽ കുറവുകൾ വരുന്ന സമയങ്ങളും ഉണ്ടാവും. അങ്ങനെയാവുമ്പോൾ 42 ആണെങ്കിൽ 42 തൊഴിൽ ദിനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ കുറവ് വന്നതായിട്ടും കണക്കാക്കാം. 8 ആൾക്കാർ തന്നെ എല്ലാ ദിവസവും വന്നോളണമെന്നില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് 48 അല്ല 42 അല്ലെങ്കിൽ 36 ആണെങ്കിൽ 8 ആൾക്കാർ വീതം ഇറങ്ങുന്ന ഒരു വർക്ക് സൈറ്റിൽ കുറഞ്ഞ ആളുകൾ മാറി മാറി ഇറങ്ങിയിട്ടാണെങ്കിലും 42 തൊഴിൽ ദിനം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് അനുബന്ധം 3 കഴിഞ്ഞ് അനുബന്ധം 4ൽ എത്ര പേർ ഇറങ്ങുന്നുണ്ട് എന്നുള്ളതുണ്ട്. അത് ഓരോ ദിവസവും മാറി മാറി ഇറങ്ങുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം വന്നവരായിരിക്കില്ല പിറ്റേ ദിവസം വരുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം വന്നവർ കുറച്ചാളും പിറ്റേ ദിവസം വേറെ ആൾക്കാരും വന്നു. അങ്ങനെ മാറി മാറി 10 അംഗങ്ങളുള്ള ഒരു ഗ്രൂപ്പിനെ നിർബന്ധമായും 10 അംഗങ്ങളുള്ള ഗ്രൂപ്പാക്കി തിരിക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ ആ 10ലുള്ള ആളുകൾ എല്ലാ ദിവസവും വന്ന ആളുകളുടെ എണ്ണം നോക്കുമ്പോൾ 8 ആളെ വന്നിട്ടുള്ളതെങ്കിൽ 8 എന്ന് എഴുതേണ്ടതുണ്ട്. അതുപോലെ അവർ ചെയ്ത വർക്കുകളുടെ എണ്ണം എത്ര എന്നുള്ളത് കൊടുക്കുമ്പോൾ അവർ 52 അല്ലെ 54 തൊഴിൽ ദിനം ചെയ്തിട്ടുണ്ട് 54 എന്ന് എഴുതേണ്ടതുണ്ട്. ഈ 8 ആളുകൾക്കാണ് 346 രൂപ വീതിച്ച് നൽകേണ്ടത് എന്നുള്ള കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എത്ര ആളുകൾ ഇറങ്ങുന്നുണ്ട് എന്നുള്ള ചോദ്യം വരുന്നത്. അത് കറക്റ്റായിട്ട് ഓരോ ദിവസവും ഇറങ്ങുന്ന ആൾക്കാരുടെ എണ്ണം നോക്കി, എണ്ണമല്ല പേരുകൾ നോക്കി, അത് തീരെ വരാത്തവരാരെ അത് ഒഴിവാക്കിയിട്ടുള്ള ആളുകളുടെ എണ്ണമാണ് അവിടെ കിട്ടേണ്ടത്. മറ്റൊരു കമന്റിനുള്ള മറുപടി എന്നുള്ളത്, കമന്റ് ഇതാണ്, നീളം, വീതി, ഉയരം എന്നിവയുള്ള കണക്കുകൾ ഒന്ന് വ്യക്തമായി പറയുമോ എന്നുള്ളതാണ്. നീളം, വീതി, ഉയരം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മഴക്കുഴി കുഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മൺവരമ്പ് എടുക്കുമ്പോഴോ ആണ് M³ കണക്കിനായിട്ട് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഫോമുകൾ ഫില്ലപ്പ് ചെയ്തു വരുന്നത്. അപ്പോൾ അതിൽ നീളം, വീതി, ഉയരം എന്ന് പറയുന്നിടത്ത് നീളം നമ്മൾ മൺവരമ്പ് നോക്കുകയാണെങ്കിൽ ഒരു നീളം കിട്ടും. അത് ഇത്ര മീറ്റർ നീളത്തിൽ ചെയ്യണമെന്നുണ്ട്. വീതി എന്ന് പറയുമ്പോൾ മൺവരമ്പിന് 2 വീതിയുണ്ട്, താഴ്ഭാഗത്തെ വീതിയും മുകൾ ഭാഗത്തെ വീതിയും. അതിനെ രണ്ടിനെയും കൂടി ആവറേജ് ആക്കി ശരാശരിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് 2 സ്ഥലത്തെ അളവുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ 2 കൊണ്ട് ഹരിക്കണം. ഉദാഹരണത്തിന് 60 സെൻറ്റിമീറ്റർ ആണ്
താഴ്ഭാഗത്തെ മൺവരമ്പിന്റെ വീതി എങ്കിൽ മുകൾ ഭാഗത്ത് 40 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ 60ന്റെയും 40ന്റെയും ഇടയിലുള്ള ഒരു വീതിയാണ് അതിന്റെ ശരാശരി വീതിയായിട്ടുണ്ടാവുക. അത് കിട്ടുന്നത് 0.6 പ്ലസ് 0.4 0.6 കൂട്ടണം 0.4 ഹരിക്കണം 2 എന്ന് ചെയ്യുമ്പോൾ 60 40 100 എന്ന് പറയും. അപ്പോൾ 1 എന്ന് കിട്ടും. 1/2 എന്ന് പറയുമ്പോൾ 1 ഹരിക്കണം 2 എന്ന് പറയുമ്പോൾ 0.5 ആണ്. അപ്പോൾ ആവറേജ് വീതി 50 ആണ്. 60ന്റെയും 40ന്റെയും ഇടയിലുള്ള വീതി 50 ആണ്. അത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. 40ന്റെയും 60ന്റെയും ഇടയിലുള്ള സംഖ്യ 50 ആണ്. അപ്പോൾ ശരാശരി വീതി 50 എന്ന് കിട്ടും. പിന്നെ നീളവും നമുക്ക് കിട്ടി. അപ്പോൾ നീളം ഇൻറ്റു വീതി ഇൻറ്റു പിന്നെ ഉയരം 50 സെന്റിമീറ്ററോ 40 സെന്റിമീറ്ററോ പല സ്ഥലത്തും റബ്ബർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അധികം പിന്നെ മൺവരമ്പിന് ഹൈറ്റ് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ 40ൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് ആക്കുക. ഇനി 50 സെന്റിമീറ്റർ ഹൈറ്റിൽ ചെയ്യണമെന്നുള്ള മൺവരമ്പുകൾ ഉണ്ടെങ്കിൽ 50 സെന്റിമീറ്ററും. അപ്പോൾ നീളം ഇൻറ്റു ആവറേജ് വീതി ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര എം ക്യൂബ് ഇത്ര ഘനമീറ്റർ എന്ന് കിട്ടും. എം ക്യൂബ് കണക്കിന് കിട്ടും. ഒരു എം ക്യൂബിന് 190 രൂപ 30 പൈസയാണ് 346 രൂപ കൂലിയുള്ളപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് എത്ര എം ക്യൂബ് 1.82 എം ക്യൂബാണ് ഒരാൾ എടുക്കേണ്ടതെങ്കിൽ അതിൻ്റെ ലെങ്ത് നിർണ്ണയിക്കുകയാണെങ്കിൽ 1.82 ഹരിക്കണം 0.5 ഹരിക്കണം 0.5 ചെയ്താൽ എത്ര ലെങ്ത് കിട്ടുന്നു അതാണ് ലെങ്തായി മാറുക. ഈ 0.5ഉം 0.5ഉം എന്താണെന്ന് വെച്ചാൽ 0.5 ഹൈറ്റും അതുപോലെ 60 അടിഭാഗവും മുകൾ ഭാഗം 40 സെന്റിമീറ്ററും വീതിയായിട്ടുള്ള മൺവരമ്പാണെങ്കിൽ അതിനെ 0.5 ആണ് കിട്ടുക. അതുകൊണ്ടാണ് 0.5 ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലെങ്ത് കിട്ടുന്നു എന്ന് നോക്കി ആ ലെങ്ത്തിലാണ് എടുക്കേണ്ടത്. അടുത്ത കമന്റ് എസ്റ്റിമേറ്റ് പ്രകാരം ലേബേഴ്സിനെ ഓരോ വർക്ക് സൈറ്റിലേക്ക് വിടുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഓരോ വർക്ക് സൈറ്റിലും എത്രത്തോളം മീറ്റർ മൺവരമ്പാണ് ചെയ്യാനുള്ളതെങ്കിൽ മൺവരമ്പ് എത്രത്തോളം മീറ്റർ അവിടെ ചെയ്യാനുണ്ടെന്നും ഒരു ഗ്രൂപ്പിലുള്ള എത്ര അംഗങ്ങളെ അവിടേക്ക് അയക്കണമെന്നോ ചിലപ്പോൾ 10 സെന്റ് 5 സെന്റ് ഒക്കെ ഉള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുക. വീടൊന്നും ഇല്ലാത്ത സ്ഥലത്ത് 10 സെന്റും അല്ലെ 15 സെന്റ് സ്ഥലത്തും ആണെങ്കിൽ ഒരു ഗ്രൂപ്പിലുള്ള 10 പേരെയും ആ സ്ഥലത്തേക്ക് ചിലപ്പോൾ അയക്കണമെന്നില്ല. അപ്പോൾ അവിടെയുള്ള മെഷർമെന്റ് എടുത്തു നോക്കുക. മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി എടുക്കുന്ന മെഷർമെന്റ് എടുക്കുക. എത്രത്തോളം മീറ്റർ ലെങ്ത്തിൽ അവിടെ മൺവരമ്പ് ചെയ്യാനുണ്ടെന്നും അത് എത്ര ആളുള്ള പണിയാണെന്നും അരിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് അയക്കേണ്ട ആളുകളുടെ എണ്ണം കിട്ടും. അതും ആക്കുക. അതേ ഗ്രൂപ്പിനെ തന്നെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് തന്നെ വിടുകയാണെങ്കിൽ അവിടെയും എത്ര മൺവരമ്പുണ്ട് ആ അളന്നിട്ട് അവർക്ക് ഉള്ളതുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇറക്കേണ്ടത്. ഇനി മഴക്കുഴിയാണെങ്കിൽ 3 കുഴി വീതം 1.5 മീറ്റർ ലെങ്ത്തിലും 60 സെന്റിമീറ്റർ വെടുത്തിലും 60 സെന്റിമീറ്റർ ഡെപ്തിലും ആണെങ്കിൽ 3 കുഴി ഒരാൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ സ്ഥലം പറമ്പ് കണക്കാക്കിയിട്ട് 10 സെന്റിൽ 8 കുഴി എന്നുള്ള കണക്കാണ്. വീടുകളൊന്നും ഇല്ലാത്ത പറമ്പിലാണെങ്കിൽ 10 സെന്റ് സ്ഥലമാണെങ്കിൽ 8 കുഴി എടുക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ആളുകളെയും അതിനും ഇറക്കി കൊടുക്കാം. അപ്പോൾ മൺവരമ്പിൻ്റെയും മഴക്കുഴിൻ്റെയുമായി പിന്നെ കാട് വെട്ടാനുള്ളതിൻ്റെ ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ അത് നോക്കിയിട്ട് ഒരാൾ എത്ര കാട് വെട്ടണം എന്ന് നോക്കിയിട്ട് കാട് വെട്ടേണ്ട ഏരിയയും കണക്കാക്കിയിട്ട് അതിലേക്ക് ആളെ വിടുന്നതായിരിക്കും നന്നാവുക. അങ്ങനെ ഓരോന്നും ഒരു വർക്കിന് ശരാശരി എത്ര തൊഴിൽ ദിനം വേണമെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലവുമായി അരിച്ചു നോക്കിയാൽ എത്രത്തോളം ആളെ വിടണമെന്നുള്ളത് ഓരോ മേറ്റുമാർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അടുത്തൊരു കമന്റ് കശുമാവിനും തെങ്ങിനുമുള്ള കുഴികൾ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. തെങ്ങിന് അത്യാവശ്യം വലിയ കുഴി തന്നെ എടുക്കണം. അതിന് 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1 മീറ്റർ ഡെപ്തിലുമുള്ള കുഴി എടുക്കണം. എം ക്യൂബ് എന്ന് പറഞ്ഞാൽ 1x1x1 ആണ്. 1 മീറ്റർ നീളം 1 മീറ്റർ വീതി 1 മീറ്റർ ഡെപ്ത്. അപ്പോൾ അത് കുഴിച്ച് കഴിഞ്ഞാൽ 346 രൂപ ആവുകയില്ല. ഒരു എം ക്യൂബിന് 223 സംതിങ് ആണുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് 1.5 1.42 എം ക്യൂബ് എടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ 346 രൂപ കൊടുക്കാൻ പറ്റുള്ളൂ. അതങ്ങനെ നോക്കുക. കശുമാവിന് അതുപോലെ കാപ്പി തൈകൾക്ക് അല്ലെങ്കിൽ കവുങ്ങിൻ തൈ ഇതിനെല്ലാം കുഴി എടുക്കുമ്പോൾ ഇനി അതല്ല ജൂലൈ 5-ന് ഫലവൃക്ഷ തൈകൾ നടുന്ന സമയമുണ്ടെങ്കിൽ അതിനെല്ലാം 60 സെന്റിമീറ്റർ 2 അടി നീളം 2 അടി വീതി 2 അടി താഴ്ചയുള്ളതാണെങ്കിൽ ഒരാൾ 7.5 കുഴി 7.5 കുഴിയോളം എടുത്തു കഴിഞ്ഞാൽ 346 രൂപ നൽകാൻ സാധിക്കുന്നതാണ്. ഇത് കുഴി എടുക്കുന്നതിൻ്റെ കണക്ക് മാത്രമാണ്. അതിന് വേലി കെട്ടലും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ നൽകുക പുല്ല് ചെത്തുക അതൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്ട്രാ പണിയുമായിട്ടാണ് ഉണ്ടാവുക. ഫോമിലേക്ക് എഴുതേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അളന്നിട്ട് കൊടുക്കുന്ന മേറ്റുമാർ അളന്നിട്ട് കൊടുക്കുകയോ അല്ലെ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്ന 2 അടി വീതി 2 അടി നീളം 2 അടി താഴ്ചയാണെങ്കിൽ ഫോമിലേക്ക് എഴുതേണ്ടതും അങ്ങനെ തന്നെയാണ്. ഒരാളാണെങ്കിൽ 1x7 കുഴിയാണെങ്കിൽ അല്ലെങ്കിൽ 7 കുഴിയാണെങ്കിൽ 1x7 എന്ന് കൊടുത്തതിന് ശേഷം അത് ഒറ്റ അളവിൽ തന്നെ എണ്ണത്തിൻ്റെ അളവിൽ തന്നെ 1x7 എന്ന് കൊടുക്കുക. പിന്നെ നീളവും വീതിയും ഉയരവും നീളം 60 0.6 ഇൻറ്റു 0.6 ഇൻറ്റു 0.6 എഴുതിയാൽ മതി. അത് ഗുണിച്ച് കിട്ടുന്ന സംഖ്യ 346 കിട്ടാൻ വേണ്ടിയിട്ട് എത്ര എം ക്യൂബ് എടുക്കണമെന്നുണ്ട്. അതിലേക്ക് റെഡി ആവുകയാണെങ്കിൽ 346 രൂപ നൽകാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റൊരു കമന്റ് ഉണ്ടായിരുന്നത് പുതുതായി തെരഞ്ഞെടുത്ത മേറ്റുമാർക്കുള്ള ട്രെയിനിങ് എന്നാണ് എന്നുള്ളതാണ്. അത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം മേറ്റുമാരുണ്ട്, ആർക്കെല്ലാം ട്രെയിനിങ് നൽകണം,
അതിനുള്ള ഫണ്ടിങ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ മേറ്റുമാരെ ട്രെയിനിങ് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു കമൻറ്റ് ഉണ്ടായിരുന്നത് 0.75 മീറ്റർ ഹൈറ്റ്. 0.75 മീറ്റർ എന്ന് പറഞ്ഞാൽ 3/4 മീറ്ററാണ്. 1 മീറ്ററിൻ്റെ 25 സെൻറ്റിമീറ്റർ കുറവുള്ള 75 സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ള മൺവരമ്പും അതുപോലെ 45 സെൻറ്റിമീറ്റർ വീതിയുമുള്ള മൺവരമ്പാണെങ്കിൽ എത്ര മീറ്റർ ഒരാൾ ചെയ്യണമെന്നുള്ളതാണ്. ഇത് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മൺവരമ്പ് ഉണ്ടാക്കേണ്ട ചില ഘട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ 75 സെൻറ്റിമീറ്ററിലെല്ലാം മൺവരമ്പ് ചെയ്യുകയുള്ളൂ. അധികവും ഉണ്ടാവില്ല. പറമ്പുകളിൽ ചെന്നിട്ട് മൺവരമ്പ് ചെയ്യുമ്പോൾ തന്നെ ഉടമകൾ പറയുന്നതെന്നാണ് ആളുകളെ തള്ളി ആളുകൾ വീഴ്ന്നു പോകുന്ന രീതിയിലും അതുപോലെ പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോകുന്ന സമയത്തും ചാടാൻ പറ്റാത്ത അത്രയും ഹൈറ്റിൽ മൺവരമ്പ് ചെയ്യേണ്ടതില്ല എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ പറയുമ്പോൾ ഈ 75 സെൻറ്റിമീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡാറ്റ നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ 45 സെൻറ്റിമീറ്റർ വീതിയാണ് പറയുന്നത്. അപ്പോൾ അതിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അരിച്ച് അതിൻ്റെ ഇത് പറഞ്ഞു തരാം. പക്ഷേ ഇങ്ങനെയൊന്ന് അധിക സ്ഥലങ്ങളിലും പോസിബിൾ ആയിരിക്കുകയില്ല. ഇനി ഇതിൻ്റെ നീളം എത്ര വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. മൺവരമ്പ് ചെയ്യുകയാണെങ്കിൽ 346 രൂപ തോതിലാണെങ്കിൽ ഇപ്പോൾ 2024-25 സാമ്പത്തിക വർഷത്തിൽ ഒരു M³ മൺവരമ്പ് ചെയ്താൽ 390 രൂപ 30 പൈസയാണ് ലഭിക്കുക. അപ്പോൾ 346 രൂപ കിട്ടണമെങ്കിൽ ഒരാൾ 1.82 M³ മൺവരമ്പ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം ഉണ്ടാക്കുകയാണെങ്കിൽ 75 സെൻറ്റിമീറ്റർ ഹൈറ്റും 45 സെൻറ്റിമീറ്റർ ആവറേജ് വീതിയുമാണെങ്കിൽ 45 സെൻറ്റിമീറ്റർ ആവറേജ് വീതിയാണെങ്കിൽ 0.5 + 0.4 ആയിരിക്കും. 0.5 അടിഭാഗവും മേലെ ഭാഗം 0.4 ആണെങ്കിൽ 5 4 9 0.90 ഡിവൈഡഡ് ബൈ 2 പറയുമ്പോൾ 0.45 വരും. അങ്ങനെയാണെങ്കിൽ 75 സെൻറ്റിമീറ്റർ ഹൈറ്റും 45 സെൻറ്റിമീറ്റർ ശരാശരി വീതിയുമാണെങ്കിൽ ഒരാൾ 5 മീറ്ററും 40 സെൻറ്റിമീറ്ററും 5 മീറ്ററും 40 സെൻറ്റിമീറ്ററും മൺവരമ്പ് ചെയ്യേണ്ടതാണ്. അടുത്തൊരു ചോദ്യം ഉണ്ടായിരുന്നത്, കമൻ്റ് ഉണ്ടായിരുന്നത് 30 സെൻറ്റ് സ്ഥലത്ത് എത്ര പണിക്കാരുടെ ആവശ്യം വരുമെന്നുള്ളതാണ്. ഇതിൽ ചോദ്യം പൂർണ്ണമല്ല. 30 സെൻറ്റ് സ്ഥലത്ത് എത്ര മീറ്റർ മൺവരമ്പുണ്ട് അല്ലെങ്കിൽ എത്ര പാളികളായിട്ടാണ് 30 സെൻറ്റ് ഉള്ളത്, ആ പാളികളിൽ എത്ര മീറ്റർ മൺവരമ്പ് വേണം, അതുപോലെ ക്രോസ് ആയിട്ടും ചെയ്യാം, വെലിങ്ങനെയും ചെയ്യാം. അപ്പോൾ ആ രീതിയിലുള്ള മൺവരമ്പിൻ്റെ അളവ് കിട്ടണം, എത്രത്തോളം മൺവരമ്പ് ചെയ്യാനുണ്ട് എന്നുള്ളത് നോക്കണം. അതുപോലെ 10 സെൻറ്റിൽ 8 മഴക്കുഴിയാണ് നിർദ്ദേശിക്കുന്നത്. മഴക്കുഴി ചെയ്യുകയാണെങ്കിൽ അത്, ജൈവവേലി ചെയ്യുകയാണെങ്കിൽ മൺവരമ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് ജൈവവേലി ചെയ്യാം. ശീമക്കൊന്ന അതുപോലെ ബാക്കിയുള്ള കുറ്റിച്ചെടികളൊക്കെ കിട്ടുകയാണെങ്കിൽ ജൈവവേലിയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കണക്കാക്കിയിട്ട് പണികളുടെ എണ്ണം കണ്ടെത്താവുന്നതാണ്. അല്ലാതെ 30 സെൻറ്റിൽ എത്ര തൊഴിലാളികളെ വിടണം, എങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രം നമുക്കറിയില്ല. അത് അറിയണമെങ്കിൽ അവിടെ എന്തെല്ലാം വർക്കുകൾ ഉണ്ട് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 30 സെൻറ്റ് സ്ഥലത്ത് 4 പാളികളിലായിട്ട് 25 മീറ്ററോളം വീതിയിലുള്ള മൺവരമ്പുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതനുസരിച്ച് ചെയ്യും. അത് അവിടെ പ്രാക്ടിക്കബിൾ ആവുന്ന സമയത്ത് ചെയ്ത പണി 40 തൊഴിൽ ദിനമാണ് മൺവരമ്പിന് നീക്കി വെച്ചതെങ്കിൽ 40 മതിയാവില്ല എന്ന് കാണുകയാണെങ്കിൽ അടുത്ത എസ്റ്റിമേറ്റിലേക്ക് കൊടുത്തു വിടുകയാണ് വേണ്ടത്. അല്ലാതെ കുറഞ്ഞു പോകുന്ന ഒരു രീതിയിൽ എസ്റ്റിമേറ്റ് എടുക്കേണ്ടതില്ല. പിന്നെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് കുറവായി പോയാൽ അഥവാ 30 സെൻറ്റിൽ 40 തൊഴിൽ ദിനം തന്നെ വേണമെന്നില്ല, 20 തൊഴിൽ ദിനം കൊണ്ടുള്ള മൺവരമ്പിൽ തീർന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് അത്രയും പെട്ടെന്ന് നിർത്തിയിട്ട് മറ്റൊരു വർക്കിലേക്ക് നീങ്ങാവുന്നതുമാണ്. മറ്റൊരു കമൻ്റ് ഉണ്ടായിട്ടുള്ളത് അനുബന്ധം 2-ലും അനുബന്ധം 3-ലും എണ്ണം എന്ന് പറയുന്നുണ്ട്. അവിടെ എണ്ണമാണോ, തൊഴിലാളികളുടെ എണ്ണമാണോ അല്ലെ വർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലേ കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ ആവറേജ് ആക്കിയിട്ട് ഒരാൾ എല്ലാ വർക്കുകളും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ തൊഴിലാളിയും എടുത്ത വർക്കുകൾ യൂണിഫോം ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പ്രവൃത്തികൾ അവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഈ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോൾ അവരെ നമ്മളത് ഏകീകരിച്ചാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ എണ്ണം എന്ന് ഉള്ള സ്ഥലത്ത് തൊഴിലാളികളുടെ എണ്ണമാണ് കൊടുക്കേണ്ടത്. അതുപോലെ നീളവും വീതിയും ഉയരവും. അപ്പോൾ ആളുകളുടെ എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് ശരാശരിയാണ് എഴുതേണ്ടത്. 5 ആൾ അല്ലെങ്കിൽ 6 ആൾ എന്നൊക്കെ ഒരു 10 ആൾക്കാർ അടങ്ങിയ ഒരു ഗ്രൂപ്പിൽ അനുബന്ധം 2 എന്ന് പറയുന്നത് ഓരോ ദിവസവും പൂർത്തീകരിച്ചതുമായ അളവുകളാണ്. അത് രാവിലെ തന്നെ മെയ്റ്റുമാർ അളന്നു കൊടുക്കുന്നത് ഫസ്റ്റ് 2-4 കുളങ്ങളിലാക്കിയിട്ട് എഴുതണം. എണ്ണം, നീളം, വീതി, അതുപോലെ കനം, ആയം, ഉയരം എന്നുള്ളത്. അത് വൈകുന്നേരം ആകുമ്പോൾ അവരെല്ലാവരും ഒരുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അവിടെ
ആദ്യം എഴുതി തന്നെ ക്യാരി ഓവർ ചെയ്ത് എഴുതാം. അതുകൊണ്ട് തന്നെ ഇവിടെ എണ്ണം എന്ന് പറയുന്നത് 10 ആളുകളിൽ 6 ആൾക്കാരാണ് വർക്കിന് വന്നതെങ്കിൽ 6 ഇൻറ്റു പിന്നെ അവരുടെ ശരാശരി നീളം, മൺവരമ്പിൻ്റെ ശരാശരി നീളം എത്ര അത് എഴുതുക, അതിൻ്റെ ആവറേജ് വീതി ഉണ്ടെങ്കിൽ അത് എഴുതുക, അതിൻ്റെ ഉയരവും എഴുതുക. ഇങ്ങനെ എണ്ണത്തിൻ്റെ സ്ഥാനത്ത് തൊഴിലാളികളുടെ എണ്ണം തന്നെയാണ് നൽകേണ്ടത്. അപ്പോൾ നമ്മളുടെ വീഡിയോക്കുള്ള ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിലുള്ള കുറച്ച് കമൻറ്റുകൾക്കുള്ള മറുപടി മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ. ഇനിയും കമൻറ്റുകളുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് മുഴുവൻ കമൻറ്റുകൾക്കുള്ള മറുപടിയും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പല കമൻറ്റുകൾക്കുള്ള മറുപടിയാണ്. നിങ്ങൾക്ക് വീഡിയോ തൃപ്തികരമായി എന്ന് തോന്നിയാൽ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.